തന്നെ ഇറക്കുകയുണ്ടായി. മൻഹജ് നിഷേധികളുടെ ഹദീസ് നിഷേധം എന്ന പേരിൽ ഈ ഖബർ ആഹാദിന്റെ പ്രാമാണികതയെ സംബന്ധിച്ച് എറണാകുളം സമ്മേളന സോവനീർ ലേഖനം എഴുതുണ്ടായി. നമ്മുടെ പ്രവർത്തകർ ഇത് വായിക്കണം, പഠിക്കണം. അത് ഓർമ്മപ്പെടുത്താനാണ് ഇത് പറയുന്നത്. അതുപോലെ ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും എന്ന പുസ്തകത്തിലും ഖബർ ആഹാദിന്റെ, അതായത് ഹദീസുകളിൽ 90% വരുന്ന ഹദീസുകളെ നിഷേധിക്കുന്ന പ്രവണതയ്ക്കെതിരിൽ നമ്മൾ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ചില ആളുകൾ കണ്ടുപിടിച്ചതാണെന്നാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ഒന്നും പഠിക്കൂല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഉൾക്കൊള്ളുന്നതിന് പകരം എന്തൊക്കെയോ ചില ധാരണകൾ, എവിടുന്നൊക്കെയോ കിട്ടിയ ചില തോന്നലുകൾ, അതൊക്കെ ദീനിന്റെ പേരിൽ അടിച്ചു കാച്ചി അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പ്രചരിപ്പിച്ച് നടക്കുന്ന ഗതികേടിലാണ് ഇപ്പോൾ നമ്മുടെ ചില സഹോദരങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹാബികളും ആദ്യകാല മുസ്ലിം തലമുറയും എങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കിയോ അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന് പറയുന്നത്. AP അബ്ദുൽ ഖാദർ മൗലവി പലപ്പോഴും ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് ചോദ്യം കിട്ടും. പ്രസംഗിക്കാൻ ഞങ്ങളൊക്കെ കൂടെ കൊണ്ടുപോകും. ഇടവണ്ണയിലുള്ളപ്പോ ചോദ്യത്തിന് ഞങ്ങളെ കൊണ്ടൊക്കെ പ്രസംഗിപ്പിച്ചിട്ട് ചോദ്യത്തിന് ഉസ്താദ് മറുപടി പറയും. അപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ സംഘടനയുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം പറയാറുണ്ടായോ? ഞങ്ങളെ സംഘടന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റേഷൻ പീടിയിലെ വിലവര പട്ടികമാരി മുജാഹിദ് സെന്ററിൽ ഇങ്ങനെ എഴുതി തൂക്കി ഞങ്ങൾ വിചാരിച്ചത് ഇന്നതിൽ ഇന്ന അഭിപ്രായം, ഇന്നതിൽ ഇന്ന അഭിപ്രായം, അല്ലെ? സൂപ്പർ ഫൈനൈൽ ഇത്ര, ഗോതമ്പ് ഇത്ര, പഞ്ചസാര ഇത്ര, ഒരു യൂണിറ്റിന് ഇത്ര, കിലോക്ക് ഇത്ര എന്ന് പറഞ്ഞതുപോലെ മുജാഹിദ് സെന്ററിൽ ഇങ്ങനെ അഭിപ്രായം എഴുതി തൂക്കണ പ്രസ്ഥാനമല്ല ഞങ്ങളുടേത്. പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും ആദ്യകാല തലമുറ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കി. ആദ്യകാലത്തെ പണ്ഡിതന്മാരും ഇമാമുകളും എങ്ങനെ മനസ്സിലാക്കിയോ അതങ്ങനെ തന്നെ ഏറ്റക്കുറച്ചിൽ കൂടാതെ മനസ്സിലാക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അത് മനസ്സിലാക്കുന്നിടത്ത് ചില പണ്ഡിതന്മാർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പറ്റിയ അബദ്ധമാണ്. അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ചിത്രീകരിക്കരുത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതാണ് യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം. നമ്മുടെ ഒരു പുസ്തകവും ഒരാൾ വായിച്ചില്ല എന്ന് വെക്കാം. അൽമനാറും വായിച്ചില്ല, വിചിന്തനവും വായിച്ചില്ല, ഒരു പ്രസിദ്ധീകരണവും വായിച്ചില്ല. അങ്ങനെ ഒരാള് ആഫ്രിക്കയിൽ വനാന്തരത്തിൽ പോയിരുന്നു ഖുർആനും ഹദീസും പഠിച്ചു. ഈ മാനദണ്ഡം അനുസരിച്ച് സലഫുകൾ മനസ്സിലാക്കിയതോ മനസ്സിലാക്കുക എന്ന മാനദണ്ഡം അനുസരിച്ച് എങ്കിൽ അയാൾ തിരിച്ചു വരുമ്പോൾ ഒരു സലഫി ആയിട്ടുണ്ടാവും. കാരണം നമുക്ക് പുതിയതൊന്നും പറയാനില്ല. ആദ്യകാല മുസ്ലിം തലമുറകൾ ഇസ്ലാമിനെ എങ്ങനെ ഉൾക്കൊണ്ടുവോ അങ്ങനെ ഉൾക്കൊള്ളണം എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് സലഫി എന്ന് പറയുന്നത്. സലഫ് എന്ന് പറഞ്ഞാൽ ആരാ? നല്ലവരായ മുൻഗാമികൾക്കാ പറയാം. ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എന്റെ സമുദായത്തിലെ ഏറ്റവും ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച തലമുറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സഹാബികളെ കുറിച്ചാണ്. പിന്നെ അതിനടുത്തവർ, അതായത് നബിയെ കണ്ടിട്ടില്ലാത്ത സഹാബികൾ ദീന് പഠിച്ച താബികൾ. പിന്നെ അതിനടുത്തവർ സഹാബികളെ കണ്ടിട്ടില്ലാത്ത താബികൾ ദീന് പഠിച്ചവർ. ഈ 3 തലമുറകൾക്ക് ശേഷം വരുന്നവർ ക്വാളിറ്റി കുറഞ്ഞവരായിരിക്കും. അവർ സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ സത്യം ചെയ്യും എന്നൊക്കെ അവരുടെ ദോഷത്തെ കുറിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 3 തലമുറ അവർക്കാണ് സലഫ് സാലിഹ് എന്ന് പറയുക, നല്ലവരായ മുൻഗാമികൾ. അവർ ദീനിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്നാണ് സലഫി മൻഹജ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. സ്വാഭാവികമായും പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിലും ഹദീസുകൾ മനസ്സിലാക്കുന്നതിലുമൊക്കെ ആദ്യകാല തലമുറ പ്രഥമ അഭിസംബോധിത സമൂഹത്തിന്റെ ധാരണ അതിനെ അവലംബിക്കുക എന്നതാണ് കുറ്റമറ്റ രീതി. അതുകൊണ്ടാണ് നമ്മൾ സലഫി എന്ന് നമ്മളെ കുറിച്ച് പറയുന്നത്. സലഫുകളുടെ മാർഗം സ്വീകരിച്ചവർ, സലഫി നഗർ, അല്ലെ? എന്നൊക്കെ നമ്മളെ കുറിച്ച് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നതിനാ? ഓരോരുത്തരും താങ്കളുടെ വ്യാഖ്യാനത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാ ദുർവ്യാഖ്യാനക്കാരെയും പിടിച്ചു കെട്ടാനുള്ള മാനദണ്ഡവും ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ കൈവശമുള്ള അത് തന്നെയാണ്. ഒരായത്തിൽ ഓതിയിട്ട് തോന്നിയ അർത്ഥം പറയാണ്. കൊട്ടപ്പുറത്തോതി ആയത്താണ്, നിനക്ക് മുമ്പ് നാം അയച്ച റസൂലുകളോട് ചോദിക്കുക. അതിനെന്താ നമ്മൾ മറുപടി പറഞ്ഞത്? ഏതെങ്കിലും ഒരു സഹാബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? റസൂൽ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ആദ്യകാല മുസ്ലിമീങ്ങൾ ഖുർആൻ തഫ്സീർ എഴുതുമ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതോടുകൂടി കഴിഞ്ഞു. അർത്ഥത്തിനൊരു കുഴപ്പമില്ലല്ലോ. വസ്അൽ, നീ ചോദിക്കുക, മൻ അർസൽനാ മിൻ ഖബലിക, നിന്റെ മുമ്പ് നാം അയച്ച, മിൻ റുസുൽനാ, നമ്മുടെ റസൂലുകളിൽപ്പെട്ട. അർത്ഥത്തിനൊരു കുഴപ്പമില്ല. പക്ഷെ എന്തിനാ ഓതിയത്? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കാൻ. ഈ ദുർവ്യാഖ്യാനക്കാരെ മുഴുവനും പിടിച്ചു കെട്ടുന്നത് സലഫി മൻഹജിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നതും. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സഹാബത്തിന്റെ ഏകോപിച്ച തീരുമാനവും അവലംബിച്ച് ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നതും സലഫി എന്ന് പറയുന്നതും ഒന്നാണ്. നമ്മൾ അഭിമാനപൂർവ്വം പറയും ഞങ്ങളാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. അത് പറയാൻ മാത്രമുള്ള ഒരു അവകാശവാദമല്ല. നമ്മുടെ പണ്ഡിത സംഘടനയുടെ പേരെന്താണെന്നറിയോ? കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നാണ് അതിന്റെ പേര്.
ഇപ്പൊ ഇവർ പുതിയ പണ്ഡിയ സംഘടന ഉണ്ടാക്കിയപ്പോ എന്താ ചെയ്താരോ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വെട്ടിക്കളഞ്ഞിട്ട് വെറും കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്ട്രേഷൻ വാങ്ങി. അതാണ് ഒരേ പേരിൽ ഉണ്ടാകാൻ കാരണം. നമ്മുടെ കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പേരോട് കൂടിയതാണ്. ഇന്ന് ഏത് പണ്ഡിയ സംഘടനക്കാണ് ആ പേരുള്ളത്? ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പെരുമ്പറയടിക്കുന്നവർക്ക് ആ പേരുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇതുമായി ബന്ധമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നാം യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. നമ്മൾ അഹ്ലുൽ ഹദീസാണ്. ഹദീസാണ് നമ്മുടെ പ്രമാണം. മദ്ഹബിന്റെ കിതാബുകളോ ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായങ്ങളോ നമുക്ക് പ്രമാണമല്ല. എല്ലാവർക്കും തെറ്റുപറ്റാം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധ വാചകം റസൂലുള്ളാഹിന്റെ ഖബറിനെ ചൂണ്ടിക്കൊണ്ട്, ഏതൊരാളുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും, ഇല്ലാ സാഹിബ ഹാദൽ ഖബർ, ഈ ഖബറിലെ റസൂലിന്റേതൊഴികെ. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തത്വം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മുൻഗാമികളായ സലഫി പണ്ഡിതന്മാർ എങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയത് അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അവർക്കൊരു വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യം വന്നാൽ അവരുടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ആ തെറ്റ് നമ്മൾ എടുക്കാതിരിക്കുകയും അതേസമയം അവരുടെ തത്വം, അവരുടെ മാർഗം അത് നമ്മൾ അവലംബിക്കുകയും ചെയ്യണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ അവസാനിപ്പിക്കുകയാണ്. മഗ്‌രിബിന് ശേഷം നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന് അർത്ഥം പറയാം. ഫലാ വറബ്ബിക, നിന്റെ റബ്ബാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയത്തിൽ നബിയെ താങ്കളെ അവർ ജഡ്ജിയാക്കണം, താങ്കളെ അവർ വിധികർത്താവാക്കണം. അതുവരെ അവർ മുഅ്മിനാവുകയില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ തീർപ്പ് പറയേണ്ടത് റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണത്. ഖുർആനും ഹദീസും ഭിന്നങ്ങളല്ല, ഒന്നൊന്നിന്റെ പൂരകമാണ്. ഉണ്ടോ എന്ന് മാത്രമല്ല, അങ്ങനെ വിധികർത്താവാക്കിയാൽ മാത്രം പോരാ. താങ്കൾ നൽകിയ വിധിയിൽ അവരെ മനസ്സിൽ യാതൊരു വിഷമവും ഉണ്ടാകാൻ പാടില്ല. ചില ഹദീസുകളൊക്കെ കണ്ട ചില ആൾക്കൊരു മനം പരട്ടല, ഇതൊക്കെ ഇപ്പൊ സ്വീകരിക്കാൻ പറ്റുമോ ഈ കാലത്ത്, ഈ ശാസ്ത്രീയ യുഗത്തിൽ? ഉണ്ടോ? ഇനിയിപ്പോ എന്താ ചെയ്യാ, ബുഖാരിയിൽ ഉള്ളതല്ലേ, നമ്മൾ തവഖുഫാക്കുക.